ഓക്കെ. സോ ഡേറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ മാത്തമാറ്റിക്സ് സൈഡിൽ ഇതിൻ്റെ കോറായിട്ട് വരുന്ന അൽഗോരിതംസ് എല്ലാം മെയിനായിട്ടും 4 ഫീൽഡുകളിൽ, അതായത് മാത്തമാറ്റിക്സിൻ്റെ തന്നെ 4 സബ് ഫീൽഡുകളിൽ നിന്ന് വരുന്ന കൺസെപ്റ്റുകളാണ് നമുക്കതിൽ മെയിനായിട്ടും ആവശ്യമായിട്ട് വരുന്നത്. അതായത് കാൽക്കുലസ്, ലീനിയർ ഓൾജിബ്ര, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പം ഇതിലെല്ലാ ഡിസിപ്ലിനിലും വരുന്ന എല്ലാ കൺസെപ്റ്റും നമ്മൾ അറിയണം എന്നില്ല. പക്ഷേ ഈ 4 ഫീൽഡുകളിൽ നിന്ന് വരുന്ന മെയിനായിട്ടുള്ള കൺസെപ്റ്റുകൾ അതിൻ്റെ റിയൽ മീനിങ്ങിൽ തന്നെ ആ ഒരു ഇൻഡ്യൂഷനോട് കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ അൽഗോരിതംസ് ഇൻറ്റേർണലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ക്ലിയറായിട്ട് മനസ്സിലാക്കുകയും നമുക്ക് പുതിയ അൽഗോരിതംസ് ക്രിയേറ്റ് ചെയ്യാനും അതിനെ ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ലൈക്ക് 1 by 1 ആയിട്ട് ഓരോ ഡിസിപ്ലിനിലുള്ള കീ ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ ഓരോരോ വീഡിയോകളിൽ നമ്മൾ ലേൺ ചെയ്യുന്നതായിരിക്കും. സോ അതിലെനിക്ക് ഫസ്റ്റ് ലീനിയർ ഓൾജിബ്ര എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ലീനിയർ ഓൾജിബ്രയിലെ വെക്റ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ. സോ വെക്റ്റേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ പ്രീവിയസ്ലി ചെറിയ ക്ലാസ്സുകളിലൊക്കെ ലേൺ ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക മോസ്റ്റ്ലി വെക്റ്ററിന് ഒരു ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും, ഇങ്ങനെയൊരു ഡെഫിനിഷനായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതിനെ കുറച്ചും കൂടെ നമ്മൾ പല രീതിയിൽ പല ആംഗിളിൽ നിന്നിട്ട് ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പഴയ ഒരു ഡെഫിനേഷനിൽ തന്നെ തുടങ്ങാം. സംതിങ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇപ്പം ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കാലാവസ്ഥാ പ്രവചനമൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഇത്ര സ്പീഡിൽ ഇത്ര ആംഗിളിൽ ഇന്ന ഡയറക്ഷനിൽ നിന്ന് ഇന്ന ഡയറക്ഷനിലോട്ട് കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ വരാറുണ്ട്. അപ്പം ഇറ്റ്സ് ആക്ച്വലി അതൊരു വെക്ടറാണ്. ഓക്കെ. സോ നമ്മുടെ കേസിൽ വന്നു കഴിയുമ്പോൾ ഡാറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി വെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സീരീസ് ഓഫ് നമ്പേഴ്സ്. നമ്മൾ അറേ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. സോ അത് എഴുതുന്നത് ഇപ്പം എക്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ മേളിൽ ഒരു ആരോ മാർക്ക് ഇടാറുണ്ട്. അപ്പോൾ ഒരു അറേ ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു ലിസ്റ്റ് പോലെ നമുക്കത് എഴുതാം. ലൈക്ക് സം വാല്യൂസ് 10, 20 എന്നിങ്ങനെ ഒരു 2 വാല്യൂസ് മാത്രമുള്ള ഒരു അറേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊരു 2 ഡയമെൻഷണൽ വെക്ടർ ആണെന്നുള്ളത്. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു 2 ഡയമെൻഷണൽ വെക്ടർ നമുക്ക് കിട്ടിയാൽ നമുക്കതിനെ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്കതിനെ ഒരു എക്സ് വൈ പ്ലെയിനിൽ ഇതിലെ ആദ്യത്തെ ഡയമെൻഷൻ എക്സ് ഡയമെൻഷനും ലൈക്ക് എക്സ് എന്ന് തന്നെ കൊടുക്കാം. ഇതിൻ്റെ വെക്ടറിൻ്റെ പേരും എക്സ് എന്ന് തന്നെ ആയിപ്പോയി. സോ മേ ബി അതൊന്ന് ചേഞ്ച് ചെയ്യാം. ഒരേ പേര് വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട്. സോ തൽക്കാലം നമുക്കിതിനെ വെക്ടർ എ എന്ന് വിളിക്കാം. ഓക്കെ. സോ ഇതിന് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വെക്ടറിനെ നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എക്സിൽ 10 യൂണിറ്റ്സ് ഡിസ്റ്റൻസ്, വൈയിൽ 20 യൂണിറ്റ്സ് ഡിസ്റ്റൻസ്. സോ ഇത് 10 ആണെന്നുണ്ടെങ്കിൽ എന്തായാലും 20 എന്ന് പറയുന്നത് അതിനേക്കാളും ഹയസ്റ്റ് പൊസിഷനിലാണ് വരേണ്ടത്. ബട്ട് സപ്പോസ് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുകയെന്ന് വിചാരിക്കുക. സോ ഇത് 20 പൊസിഷൻ. സോ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന പൊസിഷൻ എവിടെയാണോ, ഓക്കെ, ഇത് ഈ ഒരു പോയിൻറ്റിനെ നമുക്ക് മാർക്ക് ചെയ്യാം. ഒരു പോയിൻ്റായിട്ടും മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതൊരു ലൈനായിട്ടും മാർക്ക് ചെയ്യാം. സോ ഈ ഒരു രീതിയിൽ ജോഗ്രഫിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട് ഒരു വെക്ടർ എന്ന് പറയുമ്പോൾ. ഇത് 2D സ്പേസിൽ കിടക്കുന്ന ഒരു വെക്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് 2 ആണ് ഡയമെൻഷൻ. ഓക്കെ. 2 ഡയമെൻഷണൽ വെക്ടറാണ്. ദെൻ ഇതിനെ നമുക്ക് ഇതുപോലെ ഒരു എക്സ് വൈ പ്ലെയിനിൽ ഇതുപോലൊരു ഡോട്ട് ഒരു പോയിൻ്റായിട്ട് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആരോ മാർക്കായിട്ടും മാർക്ക് ചെയ്യാം. ഇനി ഇതിനെ സംബന്ധിച്ച് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇതിൽ ഈ 10ഉം 20ഉം എന്താണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതിൽ എന്ത് വാല്യൂ ആണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിൽ എന്തിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ പറയുന്നില്ല. സോ ലൈക്ക് ഡയറക്ഷൻ എന്ന് പറയുമ്പം ഇതൊരു അബ്സ്ട്രാക്റ്റ് സെൻസിലാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ വെക്ടറിൻ്റെ കാര്യത്തിൽ, അതായത് ഒരു വിൻഡിൻ്റെ ഡയറക്ഷൻ ആൻഡ് സ്പീഡ് പറയുമ്പം അതൊരു ഫിസിക്കൽ വെക്ടറാണ്. അത് നമ്മൾ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആക്ച്വൽ ഫിസിക്കൽ ഡയറക്ഷൻ ഉണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്ഷൻസ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ വെക്ടറിൻ്റെ നമ്പർ ഓഫ് ഡയമെൻഷൻ എത്രയാണോ അതിനെ വെച്ചിട്ട് നമ്മളൊരു അബ്സ്ട്രാക്റ്റ് രീതിയിലാണ് പറയുന്നത്.
ഇപ്പം ഇതിനെ നമുക്ക് കുറച്ചും കൂടെ അബ്സ്ട്രാക്റ്റ് എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, ഇപ്പം സപ്പോസ് ഇതിൽ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് വരുന്നത് ഏജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുക. വൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈക്ക് മാർക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് കോർഡിനേറ്റ് ഏജിനെ റെപ്രസെൻ്റ് ചെയ്യും, വൈ കോർഡിനേറ്റ് മാർക്കിനെ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 10 ഇയർ ഏജും 20 മാർക്കും വരുന്ന ഒരാൾ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ 10 ഇയർ ഏജിൽ തന്നെ ഹൈ മാർക്ക് കിട്ടുന്ന ആളുകളും ഉണ്ടാവുമല്ലോ. അപ്പം ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ ആളുടെ ഏജ് 10 ഇയർ ആണ്, പക്ഷേ അയാൾക്ക് 90 മാർക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വെക്ടറിൻ്റെ മാർക്കിംഗ് ഇങ്ങനെയായിരിക്കും വരിക. സോ ഇവിടെ നമുക്ക് ഓൾറെഡി ഞാൻ ഒന്നുകൂടെ താഴത്തോട്ട് എടുത്ത് വരയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് എക്സ് കോർഡിനേറ്റ് ഉണ്ട്, ഇവിടെ 10 ഉണ്ട്, ഇവിടെ 20 ഉണ്ട്. നമ്മുടെ ആദ്യത്തെ പോയിൻ്റ് വെക്ടർ എ. സോ ഞാൻ ആരോ ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നു. വെക്ടർ ബി എന്ന് പറയുന്നത് 10 ഇയർ തന്നെയാണ്, ബട്ട് അതിൻ്റെ ലൈക്ക് വൈ കോർഡിനേറ്റ് വാല്യൂ എന്ന് പറയുന്നത് വെരി ഹൈ വാല്യൂ, അതായത് ഒരു 90 ആണ്. സോ ഓക്കെ, നമ്മൾ വീണ്ടും ഒരു ഹൈ പൊസിഷനിലോട്ട് എനിക്ക് അത് മാർക്ക് ചെയ്യണം. സോ സപ്പോസ് ദിസ് ഈസ് 90, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ആ മാർക്ക് വരിക. അപ്പം ഇതിൻ്റെ വെക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലൊരു ലൈനായിട്ട് അരമാർക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. സോ ഇവിടെ ഡയറക്ഷൻ നമ്മൾ നോക്കിയാൽ അറിയാം, ആദ്യത്തെ വെക്ടർ എയുടെ ഡയറക്ഷനിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറിയിട്ടാണ് ആ ഒരു ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, സോ വിച്ച് മീൻസ് ലൈക്ക് ഏജ് 10 അല്ലെങ്കിൽ ഏജ് കുറവ് എന്ന് പറയാം. ഏജ് നമുക്ക് വേണമെങ്കിൽ 90 വരെ പോകുന്നതാണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഏജ് കുറവും എന്നാൽ മാർക്ക് കൂടുതലും ആളുകൾ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ഡയറക്ഷൻ, സെക്കൻഡ് വെക്ടറിൻ്റെ ഡയറക്ഷൻ വരുന്നത്. എന്നാൽ ഫസ്റ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 10 ഇയർ ഓൾഡും പക്ഷേ മാർക്ക് ഒരല്പം കുറവുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ, ഒരു കുട്ടി എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വരുന്നത്. അപ്പം ഇവിടെ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ഡയറക്ഷൻ അല്ല പറയുന്നത്, നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ഇവിടെ ഒരു അബ്സ്ട്രാക്ട് സെൻസിലാണ് പറയുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എക്സ് വാല്യൂ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, വൈ വാല്യൂ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇതിനെ നമ്മൾ കുറച്ചും കൂടെ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മുടെ എക്സ് വാല്യൂ അഗെയിൻ എക്സ് കോർഡിനേറ്റ് ഏജും വൈ കോർഡിനേറ്റ് സാലറിയും ആണെന്ന് വിചാരിക്കാം, മന്ത്ലി സാലറി. ഓക്കെ, സോ നമുക്കിതിൽ തന്നെ നോക്കിയാൽ അറിയാം പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഒരു 50+ ഓർ 60+ ആയിട്ടുള്ള ആളുകൾ, അതിൽ തന്നെ ഹൈ സാലറി ആയിട്ടുള്ള ആളുകൾ. സോ അവരെല്ലാം ഇപ്പം സാലറി നമ്മൾ മന്ത്ലി സാലറി ഒരു സപ്പോസ് നമ്മളൊരു 1 lakh ആണ് അതിൻ്റെ ടോട്ടൽ മീൻസ് മാക്സിമം പോസിബിൾ വാല്യൂ എടുക്കുന്നത്. അതുപോലെ ഏജ് നമ്മളൊരു 80 വരെ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ ഒരു 60-70 ഒക്കെ ഈ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 1 lakh ഓർ എബോവ് വരുന്ന ആളുകളെല്ലാം എന്താ പറ്റുക, ഈ ഒരു ഏരിയയിലായിരിക്കും അവരുടെ പോയിൻറ്റ്സ് എല്ലാം അല്ലെങ്കിൽ അവരുടെ ആരോസ് എല്ലാം വന്ന് നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലോട്ടായിരിക്കും. ഓക്കെ, സോ ഏജ്ഡ് ആൻഡ് ഹൈ സാലറിഡ് പീപ്പിൾ വിൽ ബി ഇൻ ദിസ് റീജിയൻ. നേരെ മറിച്ച് സ്റ്റിൽ ഏജ് കുറവും പക്ഷേ സ്റ്റിൽ നല്ല സാലറി ഉള്ള ആളുകളും ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു 20s കിടക്കുന്ന ആളുകൾ, അതിൽ തന്നെ നല്ല ഹൈ സാലറി വാങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ആരോ മാർക്സ് അല്ലെങ്കിൽ അതിൻ്റെ വെക്ടേഴ്സ് വരുന്നത്. ഓക്കെ, ദെൻ ഏജ് കൂടിയിട്ടും സ്റ്റിൽ വളരെ ലോ പേയിങ് ജോബിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. സോ അവരെല്ലാം എവിടെ വരും, ഈ ഒരു താഴെ പറയുന്ന ഈ ഒരു പോർഷനിലായിരിക്കും വരുന്നത്. സോ ഇതിൻ്റെ ആരോ മാർക്സ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഡയറക്ഷൻ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് സെൻസിലാണ്. അപ്പം ഇതിൽ ഒരു ഡയറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് വാല്യൂസ് പറയുന്നതനുസരിച്ച് അതിൻ്റെ അകത്ത് വരുന്ന കണ്ടൻറ്റ് എന്താണ്, എന്തിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നനുസരിച്ചായിരിക്കും ആ അബ്സ്ട്രാക്ട് ഡയറക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഇതൊരു 3-dimensional സ്പേസിൽ വരുന്ന പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3D പ്ലെയിനിൽ നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു 2Dയിലൊക്കെ ഇത് വരയ്ക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് അത്ര ഒരു ഈസി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ പോസിബിളാണ്. ഒരു 3-dimensional വെക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാൻ സാധിക്കും, എക്സ് വൈ ആൻഡ് ഇസഡ് കോർഡിനേറ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ബട്ട്
ഈ ഒരു കൺസെപ്റ്റിനെ നമുക്ക് എത്ര ഡയമെൻഷനിലോട്ട് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് 2 ഡയമെൻഷണൽ വെക്റ്റർ, 3 ഡയമെൻഷണൽ വെക്റ്റർ, ദെൻ 4 നമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 4 ഡയമെൻഷണൽ വെക്റ്ററായി മാറും. ഫോർ എക്സാമ്പിൾ വെക്റ്റർ സി എന്ന് പറയുമ്പം 1 2 3 4 4 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊരു 4 ഡയമെൻഷണൽ വെക്റ്ററാണ്. സോ ഈ അങ്ങനെ എത്ര വേണമെങ്കിലും പോസിബിളാണ്. സോ ഒരു വെക്റ്റർ എന്ന് പറയുന്നത് അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് 2D 3D 4D ആൻഡ് ND എത്ര ഡയമെൻഷനിലോട്ട് വേണമെങ്കിലും പോസിബിളാണ്. പക്ഷേ നമ്മളൊക്കെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം 2D കേസിലുള്ള ഒരു കാര്യത്തെയും 3D കേസിലുള്ള ഒരു കാര്യത്തെയും നമുക്കൊരു ഫിസിക്കലി നമുക്കതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ n ഡയമെൻഷനിലോ അല്ലെങ്കിൽ 4 ഡയമെൻഷണൽ 5 ഡയമെൻഷണൽ 6 ഡയമെൻഷനൽ n ഡയമെൻഷനൽ അങ്ങനെ ഡയമെൻഷൻ കൂടുമ്പം വിഷ്വലൈസേഷൻ ഈസ് ഡിഫിക്കൽട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് വരും. അതായത് നമുക്കതിനൊരു ഫിസിക്കൽ ആക്ച്വൽ ഒരു റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ 2Dയിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൺസെപ്റ്റുകളെല്ലാം തന്നെ നമുക്ക് അല്ലെങ്കിൽ 3Dയിൽ പറയുന്ന കൺസെപ്റ്റുകളെല്ലാം തന്നെ നമുക്ക് 4 ഡയമെൻഷനിലും 5 ഡയമെൻഷനിലും 6 ഡയമെൻഷനിലും n ഡയമെൻഷനിലും എല്ലാം എക്സ്റ്റെൻഡബിളാണ്. അതാണ് മാത്തമാറ്റിക്സിൻ്റെ അബ്സ്ട്രാക്റ്റ് നേച്ചറുമായിട്ട് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മുന്നത്തെ ഒരു വീഡിയോയിൽ. സോ അബ്സ്ട്രാക്റ്റ് നേച്ചർ ഓഫ് മാത്തമാറ്റിക്സിൽ നമ്മൾ ഈ ലോവർ ഡയമെൻഷനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഹയർ ഡയമെൻഷനിലും പോസിബിളാണ്, ഈവൻ ദോ അതൊരു ഫിസിക്കൽ റിയാലിറ്റിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും. ഓക്കെ, സോ വെക്ടറിന് ഈ പറയുന്ന പോലെ ഡയമെൻഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ അകത്ത് വരുന്ന വാല്യൂസ് ഉണ്ട്, ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് വെക്റ്റർ എന്താണെന്ന് പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കാൻ ഇനിയും കുറച്ചുകൂടെ ഐഡിയാസ് നമുക്കുണ്ട്, അത് നമുക്ക് വഴിയെ കാണാം. സോ റൈറ്റ് നൗ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. വെക്റ്റർ ഈസ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ്. നമ്മുടെ ഡേറ്റാ സയൻസ് ഓർ മെഷീൻ ലേണിങ്ങിൽ പറയുമ്പോൾ ഡയമെൻഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട്. ഓക്കെ, സോ 1 ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താ പറ്റുക, അതൊരു വെക്റ്റർ അല്ല, അവിടെ ഡയറക്ഷൻ എന്ന് പറയുന്ന കാര്യം വരുന്നില്ല. അത് നമുക്കൊരു സിംഗിൾ ലൈൻ, ഒരു നമ്പർ ലൈനിൽ ഒരു പോയിൻ്റായിട്ട് മാത്രം മാർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതൊരു 2D സ്പേസിൽ വരുന്നൊരു കാര്യമല്ല, അതിനെ നമ്മൾ സ്കെയിലാർ എന്ന് പറയും. അപ്പം 2D ഓർ ഹയർ വരുമ്പോഴാണ് നമ്മളതിനെ വെക്റ്റർ എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യമുണ്ട്. ദെൻ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഡയറക്ഷൻ ഇൻ അബ്സ്ട്രാക്ട് സെൻസാണ്. അതുപോലെ ഡയമെൻഷൻ 3Dക്ക് മുകളിൽ വരുമ്പോഴും അതൊരു അബ്സ്ട്രാക്ട് സെൻസിലാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വെക്ടേഴ്സിനെ പറ്റിയുള്ള കൂടുതൽ കൺസെപ്റ്റുകൾ, ഇതിൻ്റെ നിറ്റി ഗ്രിറ്റി ഡീറ്റെയിൽസ് മനസ്സിലാക്കാം.